നമ്മൾ കുണ്ടന്നൂർ തേവര പാലത്തിലെ ടാറിംഗ് പൊളിഞ്ഞു നീങ്ങിയതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രിക്ക് നിവേദനം അയച്ച് മരട് നഗരസഭ മുൻ വൈസ് ചെയർമാൻ ബോബൻ നെടുമ്പറമ്പിലിനെ പോലുള്ള ആളുകൾ അതിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. കോടികൾ ചെലവിട്ട് MSA ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ച പാലത്തിന്റെ ടാറിംഗ് ആണ് പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ടാറിംഗ് പൊളിഞ്ഞു നീങ്ങിയത് അപകട സാധ്യത ഉയർത്തുന്നുവെന്നാണ് ജനങ്ങൾ പറയുന്നത്. 3 തവണ അറ്റകുറ്റപ്പണി നടത്തിയ പാലമാണ് വീണ്ടും തകരാറിലായിരിക്കുന്നത്. സൂര്യശ്രീ അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂര്യ, വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഈ റോഡ് നിർമ്മാണത്തിൽ തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നത് ഇത് വലിയ ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉണ്ടാക്കിയ റോഡാണ് എന്നുള്ളതായിരുന്നു. അതാണ് തകർന്നു പോകുന്നത്. എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത്? ഇതിനുള്ളൊരു പരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടൽ ജനപ്രതിനിധികളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ എങ്ങനെ ഉണ്ടാവുന്നു സൂര്യ? റീജിത്ത്, പണിതിട്ടും പണിതു തീരാത്ത പാലം എന്ന അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നിലവിൽ തേവര കുണ്ടന്നൂർ പാലത്തിന്റെ ഒരവസ്ഥ ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 തവണയാണ് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണിക്കായി തേവര കുണ്ടന്നൂർ പാലം അടച്ചിട്ടത്. അതിൽ 3ാമത്തെ തവണ ഇത്തരത്തിൽ ഒരു അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ തന്നെ വലിയൊരു ഉറപ്പിന് ശേഷം, ജനങ്ങൾക്കൊക്കെ തന്നെ വലിയൊരു ഉറപ്പ് നൽകിയതിനു ശേഷമാണ് പൊതുമരാമത്ത് വകുപ്പ് ഈ പാലം തുറന്നു നൽകിയത്. ജർമ്മൻ സാങ്കേതിക വിദ്യയായ സ്റ്റോൺ മാസ്റ്റിക് അസോൾട്ട് എന്ന ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ പാലത്തിൽ ടാറിംഗ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഈ ടാറിംഗ് ഇളകിപ്പോവുകയോ നീങ്ങുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. അതുകൊണ്ട് ഈ ടാറിംഗ് പൊളിഞ്ഞു പോവുകയില്ല എന്ന് വലിയൊരു ഉറപ്പ് ഹൈക്കോടതിക്കടക്കം കൊടുത്തതിന് ശേഷമാണ് ഈ കുണ്ടന്നൂർ തേവര പാലം തുറന്നിട്ടത്. 3ാമത്തെ തവണ 20 ദിവസം അടച്ചിട്ടാണ് ഈ പാലം അറ്റകുറ്റപ്പണിയൊക്കെ തന്നെ നടത്തിയത്. കോടികളാണ് ഈ പാലത്തിലെ അറ്റകുറ്റപ്പണിക്കായി ചെലവഴിച്ചത്. പക്ഷേ ഈ അറ്റകുറ്റപ്പണി പൂർത്തിയായി 6 മാസം ആകുന്നതിന് മുന്നേ തന്നെ ഈ പാലത്തിന്റെ അവസ്ഥ ഇതാണ്. ഈ പാലത്തിന്റെ അങ്ങോളം ഇങ്ങോളം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന്റെ അങ്ങോളം ഇങ്ങോളം തന്നെ ഇത്തരത്തിലുള്ള വലിയ ടാറിംഗ് തെന്നി മാറി വലിയ രീതിയിലുള്ള ഒരു ഹമ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. പാലത്തിന്റെ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ കുഴികൾ രൂപപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും. 3ാമത്തെ തവണ അറ്റകുറ്റപ്പണി നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ പാലത്തിന്റെ പലയിടത്തും വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടുണ്ടായ സമയത്ത് തന്നെ ഈ നാട്ടിലെ ജനപ്രതിനിധികൾ അടക്കം ഇത്തരത്തിൽ കരാറുകാരോട് ആവശ്യപ്പെട്ടതാണ് ഇതിലെ ഈ ഒരു അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി മാറ്റണമെന്നൊക്കെ തന്നെ. പക്ഷേ ഇവര് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാകില്ല. സ്റ്റോൺ മാസ്റ്റിക് അസാൾട്ട് എന്ന ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ പാലം പണിത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഉറപ്പുണ്ട് ഈ പാലത്തിൽ പെട്ടെന്ന് തന്നെ യാതൊരുവിധ തകരാറും ഉണ്ടാകില്ലെന്നുള്ള വലിയ ഉറപ്പാണ് നൽകിയത്. പക്ഷെ നിലവിൽ ഇപ്പോൾ ഈ പാലത്തിന്റെ അവസ്ഥ ഇതാണ്. നിലവിൽ ജനപ്രതിനിധികൾ മരട് നഗരസഭ ഈ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി അറിയിക്കാനിരിക്കുകയാണ്. മരട് മുൻ വൈസ് ചെയർമാൻ നിവേദനം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇവിടുത്തെ ജനപ്രതിനിധികളുണ്ട്. ഇവരൊക്കെ തന്നെയും കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചതാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, നിലവിലെ ഒരു പാലത്തിന്റെ അവസ്ഥ? നിലവിൽ ഈ പാലത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം 6 മാസം മുമ്പാണ് ഇതിന്റെ വർക്ക് കഴിഞ്ഞത്. ഏതാണ്ട് 10,80,00,000 രൂപ ഫണ്ട് അനുവദിച്ച് ചെയ്ത പാലമാണിത്. അസംഘടിത തൊഴിലാളി കോൺഗ്രസ് എന്ന UWC എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ മാത്രം 8ഓളം സമരങ്ങൾ നമ്മളിവിടെ നടത്തി. ബഹുമാനപ്പെട്ട മരട് മുനിസിപ്പൽ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിൽ അവരുടെയൊക്കെ നിരന്തരമായ ഇടപെടൽ കൊണ്ടാണ് ഈ പാലത്തിന്റെ വർക്ക് തന്നെ തുടങ്ങിയത്. പക്ഷേ എന്ത് ചെയ്യാം, 6 മാസത്തോളമായാലും ഇപ്പോൾ ഈ അവസ്ഥ കണ്ടില്ലേ. ഇതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. വൈകുന്നേരം പോയി കഴിഞ്ഞാൽ ചെറിയൊരു പൊടിമഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. 2 വീലറുകാർ ഈ കുഴികളിൽ വീണ് സ്കിഡായി പല പ്രാവശ്യം ഇവിടെ ആൾക്കാർ വീണു ഇപ്പോൾ ഈ അടുത്ത് തന്നെ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടത്, സർക്കാർ ശ്രദ്ധിക്കേണ്ടത് ഈ NH അധികൃതർ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. പല പ്രാവശ്യം പറഞ്ഞതല്ലേ, പല പ്രാവശ്യം സമരം ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ ഇത് ടാർ ചെയ്ത് പോയത്. അതും ഏതാണ്ട് ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. എന്ത് ടെക്നോളജി ഉപയോഗിച്ചാണെങ്കിലും ഈ പാലം ഇപ്പോൾ തെറുത്ത് കയറി കുണ്ടും കുഴിയും പോലെയാണ്. ഈ പാലത്തിൽ നമ്മൾ സാധാരണ പെണ്ണുങ്ങൾ, ഇവിടെ തൊട്ടടുത്ത് കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉള്ളതാണ്. അവിടെ പോകുന്ന ലേഡീസ്, 2 വീലറിനാണ് പോകുന്ന കുട്ടികളുമായിട്ട്. ഇപ്പോൾ തന്നെ നമ്മളിവിടെ നിന്നപ്പോൾ ഒരു കുട്ടിയായിട്ട് പോയായിരുന്നു. ഈ ചരിവിലേക്ക് കയറി കഴിഞ്ഞാൽ സ്കിഡായി പോകും. ഓട്ടോമാറ്റിക്കാണ്, അവർ ശ്രദ്ധിക്കില്ല മഴക്കാലത്ത്. ഇപ്പോൾ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റും, മഴക്കാലത്ത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ചെയർമാൻ ഇപ്പോൾ തിങ്കളാഴ്ച മുനിസിപ്പാലിറ്റി നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഒക്കെ തന്നെ രാവിലെയും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിരുന്നു ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന്. ഇത്തരത്തിലുള്ള ഈ കുഴികളൊക്കെ തന്നെ പാലത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ഈ കുഴികളിലൊക്കെ തന്നെ പതിയിരിക്കുന്നത് വൻ അപകടമാണ്. മഴയൊന്ന് നീണ്ടു നിന്നാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടാണ് ഈ കുഴികളിലൊക്കെ ഉണ്ടാകുന്നത്. രാവിലെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന സ്ത്രീകൾ അടക്കമുള്ളവർ തന്നെ ഈ പരാതി നമ്മളോട് പങ്കുവച്ചിരുന്നു. ഏതായാലും വലിയൊരു ഉറപ്പിന്മേൽ പണിത പാലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 6 മാസം മുമ്പ് ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിലാണ് ഇത്തരത്തിലുള്ള വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. അപകടങ്ങൾ അവിടെ
തുടർക്കഥയാണ് എന്ന് പ്രദേശവാസികൾ, യാത്രക്കാരൊക്കെ പരാതി പറയുന്നു. വലിയ ജർമ്മൻ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ജനങ്ങൾക്കും അറിയില്ല. കരാറുകാരാണോ ഇതിൽ വില്ലന്മാരായി നിൽക്കുന്നത്, അതോ അവരെ നിയന്ത്രിക്കേണ്ട ഉദ്യോഗസ്ഥരാണോ, സർക്കാർ സംവിധാനങ്ങളാണോ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് ബാക്കിയാകുന്നു. അതിനിടയിൽ തന്നെ തുടർച്ചയായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു, ആളുകൾക്ക് പരിക്കേൽക്കുന്ന നിലയിലേക്ക്, ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിനുള്ള ഉത്തരവാദി ആരാണ് എന്നുള്ളതാണ് ജനം ചോദിക്കുന്ന ചോദ്യം.